വെറും 5-10% വീടുകൾ മാത്രമേ ഉള്ളൂ ഡിസൈൻ ചെയ്യപ്പെടുന്ന വീടുകൾ. ഒരു പ്ലെയിൻ ക്യാൻവാസിൽ ഒരു സിറ്റി ഉണ്ടാക്കുക വളരെ ദുഷ്കരമാണ് കമ്പയർഡ് ടു ഒരു എക്സിസ്റ്റിംഗ് സിറ്റിയെ നന്നാക്കി എടുക്കുക എന്നുള്ളത്. ഡിസൈൻ ഫണ്ടമെന്റലി ഇറ്റ്സ് ഫോർ ദി ഈസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. കേരള സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിസൈൻ പോളിസി ഉണ്ടാക്കിയെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത സംസ്ഥാനം. ഒരു ഹാപ്പി മോഡിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കാലിക്കറ്റിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോക സമക്ഷം കേരളത്തെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് മുസരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എസ്തെറ്റിക് സെൻസിബിലിറ്റി എന്ന് പറയുന്ന സാധനം എവിടെ വെച്ചോ മലയാളികൾക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ എപ്പോഴും സംശയിക്കാറുണ്ട്. ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുക. സൈഡിൽ ഉള്ള ഹാൻഡ് റെയിൽസ് രാത്രി സമയത്ത് വന്ന് ഗ്യാസ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആക്രിക്കടയിൽ വിറ്റ് കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫയൽ മൂവ്മെന്റിന്റെ താമസം അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എല്ലാത്തിനും സ്കെപ്റ്റിക്കലാണ്. എന്തുകൊണ്ടാണ് ഈ അർബൻ ഡിസൈൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരു ഫ്ലഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആവണം? വലിയൊരു പ്രതലത്തിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാണ് കേരളത്തിലെ പലയിടത്തെ അവസ്ഥ. ആർക്കിടെക്ട്, അർബൻ ഡിസൈനർ, ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിയൻ, തിയറിസ്റ്റ് ഡെസിഗ്നേഷനുകൾ കൊണ്ട് സമ്പന്നമായ കരിയർ. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തുടക്കമിട്ട 2.5 പതിറ്റാണ്ടിന്റെ അധ്യാപന ജീവിതം. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെയും മേധാവി സ്ഥാനത്തിനൊപ്പം കേരളത്തിന്റെ പ്രധാന നഗരവികസന പദ്ധതികളുടെയും സൂത്രധാരൻ ഡോക്ടർ മനോജ് കുമാർ കിണി. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ബസ് വേർഡുകളാണ് അർബൻ പ്ലാനിങ്, അർബൻ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. ഇത് ആക്ച്വലി സാധാരണക്കാർ മിക്സ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകളിലൂടെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊക്കെ എന്താണ്? ഇപ്പോൾ അർബൻ പ്ലാനിങ്, അർബൻ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടായ ശാസ്ത്രശാഖകളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ സ്കെയിൽ വ്യത്യാസമുണ്ട്. സ്കെയിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുക റിസോഴ്സസും അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സുമാണ്. അതായത് ഡെൻസിറ്റി, പോപ്പുലേഷൻ. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്ര മനുഷ്യന് അവിടെ ജീവിക്കാം, അതെങ്ങനെ എത്രയും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ വേണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ എന്താ പറയുക ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ അടുത്ത തലം എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തത് കൊണ്ട് അത് നടപ്പിലാവണമെന്നില്ല, അത് ഒരു സൊസൈറ്റിയിൽ അത് അംഗീകരിക്കണമെന്നുമില്ല. അപ്പോൾ അത് അംഗീകരിക്കണമെങ്കിൽ, അത് നടപ്പിലാകണമെങ്കിൽ അതിനൊരു ലീഗൽ മെക്കാനിസം വേണം. അപ്പോൾ ആ ലീഗൽ മെക്കാനിസത്തിൽ കൂടെ ഒരു അർബൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അത് ഒരു പ്രോസസ്സിൽ കൂടെ അതിന് ധാരാളം അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് നിലവിൽ വരുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക, ആര് പ്രാവർത്തികമാക്കും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും ഈ ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ധാരാളം പ്ലെയേഴ്സ് ഉണ്ട്. നമ്മൾ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെറും 5-10% വീടുകൾ മാത്രമേ ഉള്ളൂ ഡിസൈൻ ചെയ്യപ്പെടുന്ന വീടുകൾ. ബാക്കി 90% നമ്മുടെ നാട്ടിൽ തനിയെ ഉണ്ടാവുന്ന വീടുകളാണ്. നമുക്കൊരു വീട് കെട്ടണം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രാക്ടിനെ കാണുന്നു, അയാളൊരു പ്ലാൻ തരുന്നു, നമ്മൾ മേശിരിമാരെ വിളിക്കുന്നു, പണിയിപ്പിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു പൊതുവെയുള്ള രീതി. അല്ലാതെ നമ്മളൊരു ഡിസൈൻ പ്രോസസ്സിൽ കൂടെ പോയിട്ട് ഒരു ഡിസൈനറെ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന രീതികളൊക്കെ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ കൂടെയുള്ള ഒരു എന്താ പറയുക അതിനൊരു ഔട്ട്പുട്ടായിട്ടാണ് പലപ്പോഴും വീടുകൾ ഉണ്ടാവുക. അപ്പോൾ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ഇതിനൊരു വേറൊരു രൂപമാണ്. അതായത് ഒരു മാസ്റ്റർ പ്ലാൻ നിലവിലുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ
ഉണ്ടാക്കുന്നു. അത് പിന്നീട് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതാണ് നിലവിൽ കണ്ടുവരുന്നത്. പക്ഷേ അർബൻ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഇവോൾവിങ് ഫീൽഡാണ്. അർബൻ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണോ അർബൻ പ്ലാനിങ് നിൽക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് അർബൻ ഡിസൈൻ. അപ്പോൾ ഈ അർബൻ പ്ലാനിങ്ങും അർബൻ ഡിസൈനും ഒന്നല്ല. പലപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു വസ്തുതയാണത്. അർബൻ ഡിസൈൻ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. രൂപകൽപ്പന എന്ന് പറയുന്നത് ശരിക്കും ഈ മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ മാസ്റ്റർ പ്ലാനിൽ നിന്ന് അതിൻ്റെ തേർഡ് ഡയമെൻഷൻ, മാസ്റ്റർ പ്ലാൻ എപ്പോഴും ഒരു 2 ഡയമെൻഷണൽ ഇതാണ്. ആ 2 ഡയമെൻഷൻ്റെ തേർഡ് ഡയമെൻഷൻ കൊടുക്കുക. അപ്പോൾ അതിൽ വോളിയംസ് വരും, ക്വാളിറ്റി വരും, സ്പേഷ്യൽ ക്വാളിറ്റി വരും, അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ, അതിൻ്റെ ടെക്സ്ചർ, ഗ്രെയിന്, പാറ്റേൺ, ഇതെല്ലാം അർബൻ ഡിസൈൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലെങ്കിൽ കമ്പോണൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിടെക്ചറിൻ്റെയും അർബൻ പ്ലാനിങ്ങിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അർബൻ ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് നഗര രൂപകൽപ്പന എന്നാണ് അതിൻ്റെ മലയാളം വിവർത്തനം. അപ്പോൾ നഗരത്തിൻ്റെ രൂപകൽപ്പന, അപ്പോൾ മെച്ചപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് അർബൻ ഡിസൈൻ. ഒരു അർബൻ സിറ്റി പ്ലാൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, ഈ പ്രോസസ്സ് നമുക്ക് മനസ്സിലായി. പക്ഷേ ചണ്ഡീഗഡ് പോലുള്ള നഗരങ്ങളാണെങ്കിൽ ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത നഗരങ്ങളാണ്. പക്ഷേ വേറെ പല നഗരങ്ങളും, തിരുവനന്തപുരം അടക്കമുള്ള പല നഗരങ്ങളും ഒരു പ്രത്യേക രീതിയിൽ സെറ്റായി പോയിട്ടുള്ള നഗരങ്ങളാണ്. അപ്പോൾ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാകാറുണ്ട് സാധാരണ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ അർബൻ ഡിസൈൻ തത്വങ്ങളൊക്കെ പാലിക്കപ്പെടുക? നമ്മളിപ്പോൾ ഒരു കുടുംബ വീട്ടിൽ താമസിച്ച് ജീവിക്കുന്നതും നമ്മൾ പുതുതായിട്ട് പറമ്പ് വാങ്ങി വീട് വയ്ക്കുന്നതായിട്ടുള്ള വ്യത്യാസമാണിത്. ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ റായ്പൂർ, നയാ റായ്പൂർ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമരാവതി സിറ്റി, ചന്ദ്രബാബു നായിഡുവിൻ്റെ, ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥലങ്ങളിൽ, അങ്ങനെ നമ്മൾ പറയുക ഗ്രീൻ ഫീൽഡ് എന്നാണ്. അർബൻ ഡിസൈൻ പ്രോജക്ട്സ് പല കോണ്ടെക്സ്റ്റിൽ സംഭവിക്കാം. ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തടത്ത് നമ്മൾ ഒരു സിറ്റി ഉണ്ടാക്കുന്നു. ബ്രൗൺ ഫീൽഡ് ഉണ്ട്, അതായത് അല്പസ്വല്പം സെറ്റിൽമെന്റ്സ് നിൽക്കുന്നിടത്ത് നമ്മളൊരു പുതിയ സിറ്റി ഉണ്ടാക്കുന്നു. അതേസമയം അർബൻ കോർ ഏരിയാസ് ഉണ്ട്, റെനോവേഷൻ, അർബൻ റെനോവേഷൻ. അങ്ങനെയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് സിറ്റീസ് ആണ്. അവിടെ ഡിറ്റോറിയേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് നന്നാക്കുന്നൊരു പ്രക്രിയയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ലോകവ്യാപകമായിട്ട് എടുത്താൽ യൂറോപ്പിലൊക്കെ ധാരാളം പട്ടണങ്ങൾ എന്ന് പറയുന്നത് പഴയ പട്ടണങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്ന റീഡിസൈൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരിക്കലും ഇന്നതാണ് നല്ലത്, ഇന്നത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൺസ്ട്രെയിൻസ് എപ്പോഴും നമ്മൾ കാണുന്നത് അതിൻ്റെ സാധ്യതകളായിട്ടാണ്. അപ്പോൾ നിലവിലുള്ള ഒരു നഗരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു വ്യവസ്ഥ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചാലഞ്ചും കൂടെയാണല്ലോ. ആ ചാലഞ്ച് എന്ന് പറയുന്നത് ഡിസൈനറിനെ സംബന്ധിച്ച് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അർബൻ ഡിസൈനർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പഴയ സിറ്റിയിൽ ഒരു അർബൻ ഇൻസേർട്ട് ഉണ്ടാക്കാനാണ് ഒരു പുതിയ സിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം. കാരണം വെച്ചാൽ അവിടെ ധാരാളം സങ്കേതങ്ങൾ നമുക്ക് ക്യൂസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ക്യൂസ് ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ഒരു കോണ്ടെക്സ്റ്റിനെ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതേസമയം ഒന്നുമില്ലാത്തടത്തൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിക്കും ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയിൻ ക്യാൻവാസിൽ ഒരു സിറ്റി ഉണ്ടാക്കുക വളരെ ദുഷ്കരമാണ് കമ്പയർഡ് ടു ഒരു എക്സിസ്റ്റിംഗ് സിറ്റിയെ നന്നാക്കി എടുക്കുക എന്നുള്ളത്. അടുത്ത് കണ്ടുവരുന്നൊരു ഡ്രൈവാണ് ഈ സ്മാർട്ട് സിറ്റി ഡ്രൈവ് എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു പ്രത്യേക റോഡുകളൊക്കെ നമ്മൾ ശരിയാക്കി. സ്വതവേ ഏതൊരു ടൗണിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വഴി കൂടെ നമ്മൾ റോഡുകൾ ശരിയാക്കുന്നു, നല്ല റോഡായി കഴിഞ്ഞ് ഇനാഗ്രേഷൻ അടുത്ത ദിവസം ആ റോഡ് വെട്ടിപ്പൊളിക്കപ്പെടുന്നു. ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണല്ലോ. അതാണ് ഈ സ്മാർട്ട് റോഡുകളിൽ പരിഹരിക്കപ്പെടാമെന്ന് വിചാരിക്കുന്നത്. ആ ഒരു റോഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അച്ചടക്കത്തിലുപരി എങ്ങനെയാണ് സ്മാർട്ട് എന്ന് തന്നെ നമ്മൾ നിർവചിക്കുന്നത്? അല്ല, സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. ശരിക്കും സ്മാർട്ട് സിറ്റി സോഫ്റ്റ്വെയർ മേഖലയിൽ ഉണ്ടായി വന്ന ഒരു ടെർമിനോളജിയാണ്. അത് ഉണ്ടാക്കുന്നത് തന്നെ അതിൻ്റെ പുറകിൽ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന വലിയ നഗരം എന്നുള്ള രൂപത്തിലാണത് വന്നതെങ്കിലും ശരിക്കും സ്മാർട്ട് സിറ്റി വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് മാറുകയും അത് കൃത്യമായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ രീതിയിലും എനർജി എഫിഷ്യൻസി ആയാലും ശരി, സസ്റ്റൈനബിലിറ്റി ആയാലും ശരി, അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന ആ കീവേഡ്സ് ഉണ്ടല്ലോ കുറേ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രീൻ എനർജി, സേഫ്, അതെ, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു urban ഏരിയയുടെ ഡിസൈനാണ് സ്മാർട്ട് സിറ്റി ഡിസൈൻ എന്നുള്ളൊരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ urban ഇഷ്യൂസിനെ കണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഇറ്റ്സ് ഫോർ ദി ഈസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതാണല്ലോ ഡിസൈനിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളെ എടുത്ത് നോക്കുമ്പോൾ കൊച്ചി ആണ് നമുക്ക്
കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയം. ഇപ്പം മലയാളികൾ പലപ്പോഴും ചിലപ്പം ഓർക്കുന്നത് ഒരു ഡയലോഗിന്റെ പേരിലായിരിക്കും. സലീം കുമാറിന്റെ പഴയ കൊച്ചി എത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡയലോഗ് വന്നിട്ട് 23 വർഷമായി, ആക്ച്വലി 22 വർഷമായി. അപ്പം ഈ 22 വർഷം കഴിഞ്ഞിട്ടും സാഹചര്യങ്ങൾ ഏറെക്കുറെ അതുപോലെ രൂക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിൽ മറ്റു നഗരങ്ങൾ, ഇൻഡോർ പോലെ നഗരങ്ങളുടെ മാതൃകകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ 22 വർഷം കൊണ്ടും ഒരു പുരോഗതി ഉണ്ടാക്കാതിരുന്നത്? അതിന് ശരിക്കും പറഞ്ഞാൽ പല റീസൺസ് ഉണ്ട്. അത് നമുക്കൊരു പർട്ടിക്കുലർ കാരണമെന്ന് ഞാൻ പറയില്ല. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള അതായത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. കുടുംബശ്രീ പോലുള്ള, ശുചിത്വ മിഷൻ പോലുള്ള വളരെ ആത്മാർത്ഥമായിട്ട്, ശരിക്കും അവര് ഏഞ്ചൽസ് ആണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയ്ക്കും മഹത്തായ പ്രവൃത്തികളാണ്. അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉണ്ടായിട്ട് പോലും നമുക്ക് പലപ്പോഴും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു 5-6 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫണ്ടമെന്റലി വേണ്ടത് സിവിക് സെൻസ് ആണ്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. മുഴുപ്പിലങ്ങാട് ബീച്ചിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ആ ഡ്രൈവിംഗ് ബീച്ചിൽ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസ് ഇനാഗുറേറ്റ് ചെയ്തു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 2-3 ദിവസം മുമ്പേ ഒരാളിട്ട പോസ്റ്റ് ഞാൻ കണ്ടു. അവിടെ മൊത്തം അഴുക്കാക്കിയിട്ടേക്കാണ്. ഈ ഗവൺമെന്റ് പൈസ മുടക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ പൈസയാണല്ലോ. ഈ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ചെയ്യുന്ന പബ്ലിക് പ്രോജക്ട്സ് അവിടെ കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് ഇടുകയും, അവിടെ വേസ്റ്റ് ബിൻസ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ലിറ്റർ ചെയ്യുന്നത്? അവിടുത്തെ പ്രശ്നം ആ ലിറ്റർ ചെയ്യുന്ന ഒരു സ്വഭാവം എങ്ങനെ നമുക്ക് ഉണ്ടാവുന്നു? നമ്മുടെ പബ്ലിക് സ്പേസ് വൃത്തിയാക്കി വെക്കാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അവിടെ സിവിക് സെൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ ഒരു സിവിക് സെൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ വളരെയധികം വ്യത്യാസമുണ്ട്. പഴയ പോലെ അല്ല, വളരെയധികം മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അടിച്ചു പൊട്ടിക്കുക, ഒരു വേസ്റ്റ് ബിൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുക, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് ഈവൻ സൈഡിൽ ഉള്ള ഹാൻഡ് റെയിൽസ് രാത്രി സമയത്ത് വന്ന് വെൽഡിങ് മറ്റേ ഗ്യാസ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആക്രി കടയിൽ വിറ്റ് കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇത് പറ്റുന്നു? അത് ശരിക്കും പറഞ്ഞാൽ അത് സിവിക് സെൻസിന്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ എഴുതണം. അത് മോശമാണെന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെയധികം എല്ലാവരും കൂടെ വിചാരിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്ന്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്ത് സംസ്കരിച്ചെടുക്കാനുള്ള ഇൻഡസ്ട്രീസ് നമുക്കില്ല. പൊതുവെ ഈ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ വളരെ അനുകൂലമല്ലല്ലോ പൊതുവെ കേരളത്തിൽ. അതൊരു വലിയ പ്രശ്നമാണ്. അതിനും അവയർനെസ് വേണം. കാരണം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം വെളപ്പിൽശാലയിൽ നമ്മൾ വേസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യണം നമുക്കറിയില്ല, കൊണ്ട് തട്ടുക ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അതിന് പകരം ഇതിനെ പ്രോസസ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ ഈ തണുത്ത ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ കാണുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് വരുന്ന പോലെ ആൾക്കാർക്ക് പേടിയാണ്. ഇപ്പം കൊല്ലത്ത് കുരിപ്പുഴയിൽ ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ആൾക്കാർ എതിർക്കുക ചെയ്തത്. കരിച്ചാൽ വേസ്റ്റിന്റെ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരുന്നു പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. കരിച്ചാൽ പിന്നീട് വരാൻ പോകുന്നത് ഈ നഗരത്തിലെ ടൺ കണക്കിലുള്ള വേസ്റ്റിൽ കംപ്ലീറ്റ് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഈ പറയുന്ന വേസ്റ്റിനെ തരംതിരിക്കുക, അത് വീടുകളിൽ തന്നെ തരംതിരിക്കണം. ഈ തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ്. പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരൊരു കപ്പ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഇത് റീസൈക്കിളബിൾ ആണെങ്കിൽ റീസൈക്കിളബിൾ വേസ്റ്റ് ആയിട്ടും, അല്ല മെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് എന്നും ഒക്കെ തരംതിരിച്ച് വെച്ചേക്കുന്നതിനകത്ത് കറക്റ്റായിട്ട് ഇടും. ഇവിടെ എത്ര പേരിടും? എൻഫോഴ്സ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? എൻഫോഴ്സ്മെന്റ് അല്ല, അത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. എൻഫോഴ്സ്മെന്റ് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് മാത്രമാണ്. രണ്ടാമത്തത് ഈ പ്രോസസ്സിങ്ങിനുള്ള ഈ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണേ, ഫയൽ മൂവ്മെന്റിന്റെ താമസം, അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എല്ലാത്തിനും സ്കെപ്റ്റിക്കലാണ്. നമ്മളെ അങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഒരു സാധനം നേരെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണാതെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടിട്ട് അതിനെ നമുക്ക് എത്രമാത്രം റെസിസ്റ്റ് ചെയ്യാമോ ആ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മളുടെ പൊതുവെയുള്ള സിസ്റ്റത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് നല്ലതാണ്. നെഗറ്റീവായിട്ട് ആലോചിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നല്ലത് തന്നെ. പക്ഷെ പലപ്പോഴും പോസിറ്റീവ് ആവുന്നതിന് പകരം നെഗറ്റീവ് ആവുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഡിലേ ഉണ്ടാവുന്നു. അപ്പം ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു താമസം, അതൊരു ഒരു വലിയൊരു പ്രശ്നമാണ്. ചുവപ്പുനാട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. കൊച്ചിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, GCDA ഉണ്ട്, ഗോശ്രീ ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്. ഇങ്ങനെ there are multiple അതോറിറ്റീസ് ആൻഡ് ഏജൻസീസ്. ഇതിന്റെ ഒരു ഓവർലാപ്പിംഗിൽ ഉണ്ടാവുന്ന ക്ലാഷ് ഭയങ്കര. ഇത് ഇവിടെ മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഇപ്പം ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇതേപോലെ പല ഏജൻസീസ് ഉണ്ട്. നമ്മൾ ഏത് നഗരത്തെക്കുറിച്ച് സംസാരിച്ചാലും അവിടെയൊക്കെ
ഈ ഡെവലപ്മെന്റിന്റെ വിഘാതം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ഏജൻസിയുടെ എക്സിസ്റ്റൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു പ്രശ്നം ഈ പറയുന്ന മൾട്ടിപ്പിൾ ഏജൻസീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനോ കോർഡിനേറ്റ് ചെയ്യാനോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓരോ ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്ത് അത് എൻ്റെ ഡൊമെയിനാണ്, അത് നിന്റെ ഏരിയ അല്ല എന്നുണ്ടെങ്കിൽ സഹകരിച്ച് വർക്ക് ചെയ്യാനൊരു ഇത്തിരി ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഭാവി എന്ന് പറയുന്നത് സഹകരണമാണ്. മുമ്പോട്ട് പോകണമെങ്കിൽ സഹകരിച്ചേ പറ്റൂ. ഏത് പ്രസ്ഥാനവും വളരണമെങ്കിൽ കളക്റ്റീവ് ഗ്രോത്ത്, കളക്റ്റീവ് ഡെവലപ്മെന്റ് ഇതില്ലാതെ നടക്കത്തില്ല. അപ്പൊ ഈ കളക്റ്റീവ് തിങ്കിങ്, കളക്റ്റീവ് ഗ്രോത്ത് ആൻഡ് കളക്റ്റീവ് ഡെവലപ്മെന്റ് അതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോട്ടോ. അത് വന്നേ പറ്റുള്ളൂ. പക്ഷെ അത് പൊതുവെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ഏജൻസീസിന്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് കൊച്ചി എന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, ഈവൻ രാഷ്ട്ര തലസ്ഥാനത്തും ഉണ്ട്. കൊച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കൊച്ചി ഇൻഡോർ ഇത് രണ്ട് മാതൃകകളാണല്ലോ. അപ്പം കൊച്ചിയുടെ 3 ഇരട്ടിയെങ്കിലും അവിടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകാം, അത്രയും ആളുകളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നമ്മളെക്കാൾ കൂടുതൽ സിവിക് സെൻസ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാനും വയ്യ. നമ്മൾ പറയുന്നത് നമ്മൾ സാക്ഷരരാണെന്നാണല്ലോ. അപ്പൊ ആ അവസ്ഥയിൽ അവിടെ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യപ്പെടുന്നത്? ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട ആളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു മെക്കാനിസം അവർ ഉണ്ടാക്കിയെടുത്തു. കൃത്യമായിട്ട് വേസ്റ്റുകൾ പെറുക്കിയെടുക്കുകയും ഇതെല്ലാം ഈ പൊതുവെ അതും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതിനകത്ത് ഈ ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു ടീമിനകത്ത് പല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൂടെ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യമുള്ള 1-2 പേരുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് മുമ്പോട്ട് നീങ്ങും. അപ്പൊ എനിക്ക് തോന്നുന്നത് പൊതുവെ ഇത് അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് എടുത്ത് അവിടുത്തെ സിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഡോറിൽ നടക്കുന്നത്. യെസ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് വേണം. കാലിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, കാലിക്കറ്റ് കുറെ കൂടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഒരു സ്ഥലം, കുറെ കൂടെ ആ ആംഗിളിൽ ചിന്തിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പം മുസ്ലിംസ് പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു സാറ്. കാലിക്കറ്റ് ഈ അടുത്ത് സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അപ്പം അവര് എങ്ങനെയാണ് അവരുടെ നഗരത്തിനെ കൾച്ചറലി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഡിസൈനിനെ ആശ്രയിക്കുന്നത്? ആക്ച്വലി കോഴിക്കോടിനൊരു പ്രത്യേകത, എല്ലാ സിറ്റീസിനും അതിൻ്റെതായ കൾച്ചർ ഉണ്ട്. ഈ നഗരങ്ങൾ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കോൺസെൻട്രേഷൻ ഓഫ് കൾച്ചറാണ്. അപ്പൊ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ സംസ്കാരമല്ല കൊച്ചി നഗരത്തിന്റെ സംസ്കാരമല്ല കോഴിക്കോട് നഗരത്തിന്. ഈ കോഴിക്കോട് നഗരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോഴിക്കോട് പൊതുവെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഈ പറയുന്ന മൾട്ടി കൾച്ചറിനെ അബ്സോർബ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. വളരെ എന്താ പറയാ, ഒരു ഹാപ്പി മോഡില് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കാലിക്കറ്റിൽ പ്രിഡോമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് ബീച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി 3 മണി വരെ അവിടെ ആൾക്കാരെ കാണാം. അവിടെ ഈ പറയുന്ന ഗസൽസും അങ്ങനെയുള്ള ഈ നോർത്ത് ഇന്ത്യൻ സംഗീതം എൻജോയ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെതായ വേദികളുണ്ട്. ലിറ്റററി ഫെസ്റ്റിവല് ഇതൊക്കെ ഈ ലിറ്റററി ഫെസ്റ്റിവല് ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന ആ ഒരു ആരവും ആൾക്കാരുടെ കൂട്ടായ്മയൊന്നും നമ്മുടെ വേറെ സിറ്റീസിലൊന്നും കാണാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്നാൽ കോഴിക്കോട് അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. ഹെറിറ്റേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിസൈൻ്റെ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അത് കാരണം ധാരാളം കൂട്ടായ്മകളുണ്ട് അവിടെ. ആർക്കിടെക്ട്സിന്റെ കൂട്ടായ്മയുണ്ട്, അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം അത് ശരിക്കും പറഞ്ഞാൽ ആ സിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഹെറിറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും കോഴിക്കോട് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഈ മുസിരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലുണ്ടായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആണ് മുസിരീസ് പ്രോജക്റ്റ്. ഈ മുസിരീസ് പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിനപ്പുറം കേരളത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. ഒരുപക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലം കേരളം പോലെ വേറെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാം. അപ്പം അതൊന്നും നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതിനെ ടാപ്പ് ചെയ്തിട്ടില്ല. ശരിക്കും ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അതിപ്പോഴും ഞാൻ പറയും അതിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് പ്രോജക്റ്റ് പോയിട്ടില്ല, ഇനിയും പോകാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ലോക സമക്ഷം കേരളത്തെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് മുസിരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത്
സ്പൈസ് റൂട്ട് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന ഒരു പേരിൽ കോഴിക്കോട് തൊട്ട് കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റൽ ടൗൺസ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും, അതിൻ്റെ ഹെറിറ്റേജ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റയർ കേരള ഈ പറയുന്ന ഹെറിറ്റേജിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ചാലകശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല ലിവിങ് മ്യൂസിയംസും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. അതേപോലെ പല ഈ കൾച്ചറൽ ഫെസ്റ്റും ഇതിൻ്റെ ഭാഗമാവും. പല റിസർച്ച് സിമ്പോസിയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു ലൈവ് പ്രോജക്റ്റ് ആയിട്ട് മാറും ഈ സ്പൈസ് റൂട്ട് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഈ അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ക്യൂറേറ്റഡ് ടൂറുകൾ, അങ്ങനെ പല ആദായ മാർഗ്ഗങ്ങൾ വരാൻ സാധ്യതയാണ്. അതെ, ധാരാളം ആൾക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും കൂടെയാണിത്. ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റും കൂടെയാണ്. നമ്മൾ ഹെറിറ്റേജ് സംരക്ഷിക്കുന്നു, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ പരാജയപ്പെട്ടു പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു നഗരത്തിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലഡിനെ മാനേജ് ചെയ്യുന്ന, കോഴിക്കോട് ഒരു ഉദാഹരണമാണ്, തിരുവനന്തപുരം ഒരു പരിധിവരെ ഉദാഹരണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അർബൻ ഡിസൈൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരു ഫ്ലഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആവുന്നത്? ഒരിക്കലും കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന അർബൻ പ്ലാനിങ്, അർബൻ ഡിസൈൻ അതിന്റെ യഥാർത്ഥ ലെവലിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 33-35% മാത്രമേ ഹാബിറ്റബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഏകദേശം 65% ഭൂമി, അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആണ്. പശ്ചിമഘട്ടം, മിഡ്ലാൻഡ്സ്, പാഡി ഫീൽഡ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ഏരിയ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയ. ഇവിടെ ഇതിനെ എവറി 50 കിലോമീറ്റർ റേഞ്ചിൽ ഒരു നദി, ഏകദേശം 44 നദികൾ കേരളത്തിലുണ്ട്. അതിനകത്ത് 41 ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏകദേശം 1/6 സ്ലോപ്പാണ്. അതായത് കേരളത്തിന്റെ വീതി കൂടിയ പ്രദേശം എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്ററും രണ്ട് സൈഡും ലോപിച്ചു വരികയാണ്. ഈ ഉയരത്തിൽ നിന്ന് താഴോട്ട് ഈ പറയുന്ന 41 നദികളിലും ജലം വന്ന് മറിഞ്ഞ് മൺസൂണും കൂടെ കാലാകാലങ്ങളിൽ കിട്ടി ഈ പറയുന്ന എക്കല് കംപ്ലീറ്റ് അടിഞ്ഞുണ്ടായതാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ത്യയുടെ 3 ഇരട്ടി ജനസഞ്ചയം പാർക്കുന്ന സ്ഥലം. കേരളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 900-ന് വരും. അത് ഇന്ത്യയുടെ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. കേരളത്തിന്റെ കോസ്റ്റൽ റീജിയനിലെ ഡെൻസിറ്റി ഏകദേശം 2023 ആൾക്കാരാണ് പെർ സ്ക്വയർ കിലോമീറ്റർ. എത്ര ഇരട്ടിയാണെന്ന് നോക്കുക. ഈ ഡെൻസിറ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന, എനിക്ക് തോന്നുന്ന കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 51-53 ഡാമുകളുണ്ട് കേരളത്തിൽ. ഈ 53 ഡാമുകളുടെ കൺസ്ട്രക്ഷനോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ നമ്മൾ തടഞ്ഞു. അതോടുകൂടി ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയായിരുന്നു. അത് കാരണം നാച്ചുറലി അതെന്തായി, ഫെർട്ടൈൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ ലാൻഡായി. ഈ ഫെർട്ടൈൽ അഗ്രികൾച്ചർ ലാൻഡാണ്, ഈ കൃഷിഭൂമിയാണ് 1980-കൾക്ക് ശേഷം ഉണ്ടായ ഗൾഫ് ബൂമിൽ ഇതിനെ എന്താ പറയാ കമ്മോഡിറ്റി ആയിട്ട് മാറുന്നത്. അതോടുകൂടി ആൾക്കാർ സ്ഥലം വാങ്ങിക്കൂട്ടുകയും വീടുകൾ വെച്ച് ഇത് കംപ്ലീറ്റ് ഡെൻസിഫൈ ചെയ്യുകയും ചെയ്തു. ഇതിനു മുമ്പേ ആയിരുന്നു ഈ അർബൻ പ്ലാനിങ്, അർബൻ ഡിസൈൻ വരേണ്ടിയിരുന്നത്. കൃത്യമായിട്ടും അന്ന് ഈ സാധനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ചില രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ എവിടെ ബിൽഡിംഗ് കെട്ടാം, എവിടെ ബിൽഡിംഗ് കെട്ടാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്തേനെ. പക്ഷെ അതൊന്നും നടന്നില്ല. 80-കൾ പോയിട്ട് ഇപ്പോൾ 2025 വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ എന്താ പറയാ സിറ്റി സ്പ്രെഡായി. പലപ്പോഴും ഈ സിറ്റി സ്പ്രെഡ് അയക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ വാട്ടർ ചാനൽസിലാണ്. ഈ വാട്ടർ ചാനൽസ് മഴ പെയ്യുമ്പോൾ, പെയ്ത്ത് വെള്ളം കൂടുമ്പോൾ ഓബ്വിയസ്ലി നിറയും. ഇത് ഒഴുകി പോകാനുള്ള സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്തു? കൺസ്ട്രക്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയൊരു പ്രതലത്തിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാണ് കേരളത്തിലെ പലയിടത്തെ അവസ്ഥ. വെള്ളം ഒഴുകിപ്പോകാത്ത കൊണ്ടല്ല, ഈ പെയ്ത്ത് വെള്ളത്തിന്റെ ആധിക്യം കാരണം ഒഴുകിപ്പോകുന്ന ആ ഒരു ഓറിഫിസ് എന്ന് പറയുന്നത് ചെറുതായി. ആ
കൺസ്ട്രക്റ്റഡ് ഓറിഫിസിൽ കൂടെ ഈ സാധനം പുറത്തോട്ട് പോകുമ്പോൾ അത് സമയമെടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വെള്ളം പൊങ്ങുമ്പോൾ നമുക്ക് നോക്കാം 2-3 ദിവസം കൊണ്ട് വെള്ളം താഴുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് ആ വെള്ളം പോകത്തില്ല. അപ്പോൾ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എക്കോ സെൻസിറ്റീവ് ഏരിയകളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ ഒന്ന് പശ്ചിമഘട്ടം എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ. ഓഫ് കോഴ്സ് വി ഹാവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ട് എല്ലാം പറയുന്നുണ്ട്. സമാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ജോഷിമഠ്. അവിടെ പഠനങ്ങൾ നടന്നതിന് മുമ്പ് മുൻകൂർ വാണിങ്ങൾ കിട്ടിയതാണ്. അത് കേൾക്കാത്തതുകൊണ്ട് പിന്നീട് ഉണ്ടായ ദുരന്തം നമ്മൾ കണ്ടു. മൂന്നാറിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് റവന്യൂ കിട്ടുന്ന ടൂറിസം വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വികസനവും ടൂറിസവും അതുപോലെ ഈ എക്കോളജിക്കൽ ഇഷ്യൂസും തമ്മിൽ എങ്ങനെയാണ് ഒരു ഡിസൈനിന്റെ ഒരു ഇടപെടലിലൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുക? ശരിക്കും അതൊക്കെ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഏരിയ ആണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് പ്ലാൻ പല സ്ഥലങ്ങൾക്കും ഇല്ല. ഓർഗാനിക് ആയിട്ടാണ് ഈ ഏരിയ ഡെവലപ്പ് ചെയ്യുക. പിന്നീട് നീഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പല സാധനങ്ങളും ചെയ്തു വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമുക്കിപ്പം ഈ US-ലോ അല്ലെങ്കിൽ ഈ വികസിത രാജ്യങ്ങളെ കാണുന്ന പോലെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ലാസ് വേഗാസ് എന്ന് പറയുന്ന സ്ഥലം. ഈ ലാസ് വേഗാസ് സിറ്റി സിറ്റി മൊത്തം ഡിസൈൻ ചെയ്ത ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. സിറ്റി മൊത്തം ഉണ്ടാക്കി വെച്ച് ഡിസൈൻ ചെയ്ത് അവർ പറയാണ് നിങ്ങൾ വരൂ ഈ സിറ്റിയിലോട്ട് താമസിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല. എങ്കിലും റായ്പൂരിൽ അതേപോലെയാണ് അവർ ചെയ്തേക്കുന്നത്. അവിടെ ഈ പറയുന്ന ഗ്രീൻ ഫീൽഡും ബ്രൗൺ ഫീൽഡും ധാരാളം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ളത് ഇങ്ങനൊരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്ഥലമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ 33% നമ്മുടെ അവൈലബിൾ ലാൻഡ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വേണം നമ്മളിത് ചെയ്യാൻ. നമ്മൾ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. പരിസ്ഥിതി പ്രദേശമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ നേച്ചറിന്റെ എൻഡ് റിസൾട്ട്സ് അനുഭവിക്കുന്നത് ടൗണുകളിൽ താമസിക്കുന്ന ആളുകളും അതിന്റെ ദോഷവശങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് ഈ പറഞ്ഞ ലോല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെന്ന് പറയും. അവിടെ കാലങ്ങളായിട്ട് കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ അവിടെ ആവാസ വ്യവസ്ഥ തന്നെ കെട്ടിപ്പടുത്തുള്ളവരോട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക നിങ്ങളവിടെ താമസിക്കരുത്? ആ ആവാസ വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മാർജിനലൈസേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നഗരപ്രദേശങ്ങളിൽ വീട് വില കൂടുന്നു, വീടിന് അല്ലെങ്കിൽ സ്ഥലത്തിന് വില കൂടുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആ സ്ഥലം വിൽക്കുകയാണ്. ആ വിറ്റിട്ട് അതിന്റെ പകുതിയോ അല്ലെങ്കിൽ 4/1 വിലയുള്ള ഒരു ഉൾപ്രദേശത്തോട്ട് നമ്മൾ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപക്ഷെ സെന്റിന് വളരെ വില കുറഞ്ഞ് കിട്ടും. നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമ്മളത് വാങ്ങിക്കും. വെള്ളം കിട്ടുന്നില്ലേ, അത് ഇത്തിരി കഴിയുമ്പോൾ മാറിക്കോളും, അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പലപ്പോഴും നമ്മൾ വയലുകളെ വാങ്ങിച്ച് വീട് വെക്കുന്നില്ലേ. അതെല്ലാം ഈ വില കുറവ് എന്നുള്ള ഒരു ഇതിൽ കാണുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർജിനലൈസേഷൻ ആണ് നടക്കുന്നത്. അതായത് പലപ്പോഴും സൗകര്യമില്ലാത്തവരാണ് ഇമാതിരിയുള്ള സ്ഥലങ്ങളിൽ പോയി വീട് വെക്കുകയും ഒരുപക്ഷെ അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വാണിംഗ് അവർക്ക് ഉണ്ടാവുന്നില്ല. ഈ വൾണറബിലിറ്റി മാപ്പിംഗ് കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരണം. ചില സ്ഥലങ്ങളിൽ ബാൻ ചെയ്യണം, ചില സ്ഥലങ്ങളിൽ ഇത് പാടില്ല എന്ന് കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ ഈ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഡെനാലി നാഷണൽ പാർക്ക് പോലെയുള്ള അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ കയറണമെങ്കിൽ തന്നെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതേപോലെയുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ നമുക്ക് സ്ട്രിക്ട് റെഗുലേഷൻസ് കൊണ്ടുവരണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ പാടില്ല അല്ലെങ്കിൽ താമസിക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണക്കിലെടുക്കേണ്ട വേറെ 1-2 ഫാക്ടേഴ്സ് ഉള്ളത്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, കാലാവസ്ഥാ വ്യതിയാനം വരുന്നുണ്ട്. ഇപ്പോൾ ടൂറിസത്തുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത് കുറേ കൂടി ചലഞ്ചിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ന്യൂ ഏജ് ആയിട്ടുള്ള ഡിസൈനേഴ്സിനോട് ആ ഒരു ആസ്പെക്റ്റിൽ എന്താണ് കൺവേ ചെയ്യാൻ പറ്റുക? അല്ല, ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, വളരെ സാധ്യതകളുള്ള വളരെയധികം ചാലഞ്ചസ് ഉള്ള ഒരു ഫീൽഡാണ് ഡിസൈൻ. അതിനകത്ത് എന്തും വരാം. ബിൽഡിംഗ് ഡിസൈൻ, സ്ട്രക്ചറൽ ഡിസൈൻ, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ, അങ്ങനെ എല്ലാ മേഖലകളും വ്യാപിച്ച ഒരു വലിയൊരു ഡൊമൈനാണ് ഡിസൈൻ ഡൊമൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്, ഹ്യൂമൻ ബീയിങ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സയൻസ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക, നമ്മൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വളരെ ടഫ് ടൈമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലൈമറ്റ് ചേഞ്ച്, ഈ പറയുന്ന മെറ്റീരിയൽ റിസോഴ്സിനകത്തുള്ള ക്രഞ്ച്, അങ്ങനെ നമ്മളെ ഫേസ് ചെയ്യുന്ന ധാരാളം ചാലഞ്ചസ് ആണുള്ളത്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ ചാലഞ്ചസിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ മേഖലയിലെ ഏറ്റവും വലിയ പുതു പ്രവണതകളെല്ലാം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.
എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവര് ദേ ഹാവ് ടു ഹാവ് എ വെരി ഗുഡ് എന്താ പറയാ ഒബ്സർവേഷൻ സ്കിൽ. They should be keen in listening to people around them. അതേപോലെ they should be able to observe and understand things. They should have very good knowledge about the materials and the resources around. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം സ്കിൽസ് ഒരുമിച്ച് വേണ്ടുന്ന ഒരു മേഖലയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഓബ്വിയസ്ലി ക്രിയേറ്റിവിറ്റിയും ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് തോട്ട്സും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഒരു അർബൻ ഡിസൈനർ എന്നതിനേക്കാൾ ഉപരി സാർ ഇപ്പോൾ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് MD കൂടിയാണ്. അപ്പം ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ സാർ ഈ കേരള ടൂറിസം മേഖലയിലെ ഭാവി സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വളരെ ഭംഗിയുള്ളൊരു പ്രദേശത്താണ് താമസിക്കുന്നത്. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഡെൻസിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബീച്ചുകൾ എടുക്കുക. മനോഹരമായിട്ടുള്ള ബീച്ചുകളുണ്ട് കേരളത്തിൽ. പക്ഷേ ഒരാൾ ഒരു ബീച്ച് ടൂറിസ്റ്റിന് കേരളത്തിൽ വരിക എന്തിനാണ്? പ്രൈവസിക്കാണല്ലോ. പ്രൈവസി ആണല്ലോ ഇതിനകത്ത് പ്രധാനം. കേരളത്തിൽ എത്ര ബീച്ചസിന് പ്രൈവസി കൊടുക്കാൻ പറ്റും? വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് മൂന്നാർ. പക്ഷെ മൂന്നാറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്? അവിടെ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഈ പറയുന്ന ടൂറിന് പോകുന്നുണ്ട്. പലപ്പോഴും ഒരു 4-4.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ നമുക്ക് വണ്ടി കയറി മൂന്നാറിൽ ഹിൽ ടോപ്പിൽ എത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിലും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളുമായിട്ടല്ല. നമ്മൾ ട്രോപ്പിക്കൽ ഹാവൻ ആണ്. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്ക, ബാലി, ഇന്തോനേഷ്യ, ഇങ്ങനെയൊക്കെ ഉള്ള കംബോഡിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ടാണ് നമുക്ക് കോമ്പറ്റീഷൻ വരിക. ഇപ്പൊ ശ്രീലങ്കയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. ആന, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, നമ്മളെ സ്പൈസസ്, ഈവൻ ആയുർവേദ പോലും അവിടെ വേറൊരു തലത്തിൽ അവിടെ അവൈലബിൾ ആണ്. അപ്പം കേരളവുമായിട്ട് വളരെയധികം കോമ്പറ്റീഷനാണ് ശ്രീലങ്ക ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടൊരു ടൂറിസം ഒരുപക്ഷെ സക്സസ്ഫുൾ ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ബേസ്ഡ് ആക്കുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ട് നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആക്കുന്നു. കേരളത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളായാലും ശരി, നമ്മുടെ ഇവിടുത്തെ സംസ്കാരമായാലും ശരി, ഇവിടുത്തെ ജീവിതമായാലും ശരി, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, ഇതൊന്നും ബാക്കി രാജ്യങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള ടൂറിസം ഒരു വെർഷൻ 2 വരികയാണ്. അപ്പൊ കേരള ടൂറിസം വെർഷൻ 1 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദവും, രണ്ടാമത്തത് നമ്മുടെ ഹൗസ് ബോട്ടുമാണ്. കായൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൗസ് ബോട്ട്സ്. അത് ശരിക്കും പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തത്. ഇപ്പൊ വെർഷൻ 2 നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കടൽത്തീരം, ഈ കേരളത്തിന്റെ കടൽത്തീരം നമ്മൾ തന്നെ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പൊ നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററിയിൽ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഈ കടലിൽ നിന്നുള്ള വർണ്ണനകളാണ്. അപ്പോൾ ഫാഹിയാനായാലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കോ പോളോ ആയാലും ശരി, ഇവരെല്ലാം കടലിൽ നിന്നുകൊണ്ട് കേരളത്തെ കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു കാഴ്ച നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതേപോലെ വാട്ടർ റൂട്ട്സ് കേരളത്തിലുടനീളം ഈ ജലാശയങ്ങൾ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് കിടക്കാണ്. അതിന്റെ ടൂറിസം സാധ്യതകളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കേരളത്തിന്റെ കോസ്റ്റൽ ലൈനിൽ കൂടെയുള്ള യാത്ര, ഇപ്പൊ പുതിയൊരു ഹൈവേ വരുന്നുണ്ട്. ഈ ഹൈവേയുടെ ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഹിൽ സ്റ്റേഷൻസിനെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഹിൽ ഹൈവേ, ഇത് അല്ലാതെ കേരളത്തിന്റെ ആകാശ കാഴ്ച എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവിടുത്തെ കാര്യം പോലും ഇത് അനുഭവിച്ചിട്ടില്ല. വളരെ മനോഹരമാണ് കേരളത്തിന്റെ ആകാശ കാഴ്ച. അതിനെന്താ നമ്മൾ ചെയ്യുക? അതേപോലെ നമ്മുടെ ട്രെയിൻ കോറിഡോർസ്. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ധാരാളം കോറിഡോർസ്, കേരളം ഇങ്ങനെ ഒരു ലീനിയർ സിറ്റി ആണല്ലോ, ലീനിയർ ടൗൺ, ലീനിയർ ആണ് കേരള സ്റ്റേറ്റ്. ഇത് ഒരു സിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഡൽഹിയുടെ അത്രയും പോപ്പുലേഷൻ തിങ്ങി പാർക്കുന്ന ഒരു നീളത്തിലുള്ളൊരു സ്പേസ് ആണ് ഈ കേരളം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്ന അനുഭവവേദ്യമാവുന്ന പല കോറിഡോർസ് ത്രൂ വാട്ടർ,
ത്രൂ കനാൽസ്, ത്രൂ റോഡ്, ത്രൂ ഹിൽ ഹൈവേ, കണക്ടിങ് ത്രൂ എയർ ആൻഡ് ത്രൂ റെയിൽ. ഇത്രയും കോറിഡോർസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് പ്രൊഡക്ട്സും കൊണ്ടുവരാൻ പറ്റും. ഇതിന് പറ്റുന്ന പ്രൊഡക്ട്സ്, ഉദാഹരണത്തിന് ചെറിയ ക്രൂസ് ഷിപ്സുകൾ, അല്ലെന്നുണ്ടെങ്കിൽ സൈക്കിളും ബൈക്കും, അതുമല്ലെങ്കിൽ പറയുന്ന കണക്കുള്ള ചെറിയ യാനങ്ങൾ, ഹെലി ടൂറിസം, വിസ്റ്റാഡോം, ഇതെല്ലാം ഈ പറയുന്ന കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ ഈ പറയുന്ന അനുഭവങ്ങളുടെ ഒരു കാഴ്ച, അനുഭവങ്ങളുടെ ഈ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പ്രൊഡക്ട്സും പുതിയ പാത്ത് വേസും നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ടൂറിസത്തിലുള്ള ഭാവി എന്ന് പറയുന്നത്. അർബൻ ഡിസൈൻ, അർബൻ പ്ലാനിങ് എന്നൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറെ കൺഫ്യൂഷൻസും മാറി കിട്ടി. ഇത് കണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് പലർക്കും അത് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.